വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാർ. സോഷ്യൽ സയൻസിൽ നമുക്ക് A+ വേണം, ഫുൾ മാർക്ക് വേണം, SS1 SS2 തകർക്കണം. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് സാറേ ചെയ്യേണ്ടത്? എളുപ്പവഴികൾ വല്ലതും ഉണ്ടോ? എളുപ്പത്തിൽ ഒന്നും പഠിച്ചില്ല, കുറേ പഠിക്കാനുണ്ട്, എന്താ കേട്ടെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു നല്ല മാർക്കൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസാനം വരെ ഈ വീഡിയോ കണ്ടോ, ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അവസാനം വരെ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും വേണ്ട. ഓക്കെ, എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാം. ഒന്ന് നമ്മുടെ SS1 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, SS2 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അത് ഏത് വരെ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ SS1 പറയാം. ഓക്കെ, നിങ്ങൾക്കറിയാം ആ ഒരു ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഓക്കെ, ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ ചെറുത്തുനിൽപ്പ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററില്ലേ, ആ ചാപ്റ്ററിൻ്റെ പകുതി ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഒരു ഹാഫ്. അങ്ങനെയാണ് അൽസിൽ സാർ എന്നോട് പറഞ്ഞത്. ഒരു 3.5 ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന്. ഓക്കെ, SS1 നിന്നും. ദെൻ വാട്ട് അബൌട്ട് SS2, നമ്മുടെ ജോഗ്രഫി, നമ്മുടെ സ്വന്തം സാധനം. അവിടെ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, സീസൺസ് ആൻഡ് ടൈം മുഴുവനും ഉണ്ടായിരിക്കും, വിൻഡിൻ്റെ ചാപ്റ്റർ മുഴുവനും ഉണ്ടായിരിക്കും. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് അങ്ങ് വിട്ടേക്കാം, എന്നാലും അത് മുഴുവൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, മുഴുവനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 ചാപ്റ്റർ എന്തായാലും നമ്മുടെ SS2 നിന്നും ഉണ്ട്. അടിപൊളിയല്ലേ? അടിപൊളിയായിരിക്കും. ഓക്കെ സാർ, ഇനി നമ്മുടെ അജണ്ട എന്ന് വെച്ചാൽ ഫുൾ മാർക്ക് എങ്ങനെ നേടാന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടണം, PYQ കിട്ടണം, മുൻകാല ചോദ്യങ്ങൾ നമുക്ക് കിട്ടണം. ഓക്കെ, ഈ മുൻകാല ചോദ്യങ്ങൾ കിട്ടിയാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിരിക്കും. ഓക്കെ, നിങ്ങളൊരു കഴിഞ്ഞ 4 വർഷത്തെ 4 വർഷത്തെ PYQ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 72+ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും 100% ഞാൻ ഗ്യാരണ്ടി തരാണ്. അത് 80 വരെ പോകാം, 80 അല്ല, ചിലപ്പോൾ അത് 90 വരെ പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ 100 തന്നെ. കാരണം ഓപ്ഷൻസ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് ഈ PYQ സെഷൻസ് ആണ്. ഓക്കെ, PYQs ഏതൊക്കെയാണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ ഏരിയയിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഏതൊക്കെയാണ്, അവിടുന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. SA ചോദ്യം ഏത് വരും? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് ഇൻ 20th സെഞ്ച്വറി, അവിടെ നമുക്കൊരു ലോങ് ആൻസർ ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതിൻ്റെ ആ ഒരു പരിണിത ഫലങ്ങൾ സംതിങ് അതിന് ശേഷം തന്നെ അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വലിയൊരു ചോദ്യമാണ്. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, SS2 നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം ഒന്നെങ്കിൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ വിൻഡ്, ഇതല്ലാതെ വേറെ എസ് ഇല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, എവിടുന്നാണ് അപ്പോൾ ഏതാണ് സാർ, എങ്ങനെ വരും എന്നുള്ള ചോദ്യം എന്തായാലും ഒന്ന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആ യുടെ ഒരു കോണ്ടന്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്പായിട്ടുണ്ടാവും, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുക, അതിനെ നിങ്ങൾ നോക്കേണ്ട ഒരൊറ്റ കാര്യം നമ്മുടെ ഏഗൻ്റെ SLC ചാനലാണ്. അതിലിങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെറിയ ഷോർട്ട് വീഡിയോസ് കയറുന്നുണ്ട്. അതെല്ലാം തന്നെ കോണ്ടന്റ് വീഡിയോസ് ആയിരിക്കും, നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അതിനൊക്കെ പുറമെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ കിട്ടും സാർ? അതിനു മുമ്പ് ഞങ്ങൾക്കൊരു റിവിഷൻ വേണം, ഒരു ക്വിക്ക് റിവിഷൻ. എല്ലാം ഈ 3 ചാപ്റ്റേഴ്സ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു റിവിഷൻ വേണം. ഫസ്റ്റും സെക്കൻഡും തേർഡും, അതുപോലെ നമ്മുടെ 3.5 ചാപ്റ്റർ എവിടെയുണ്ട്, ഹിസ്റ്ററിയിൽ SS1 SS2 അതുപോലെ 3 ചാപ്റ്റർ, ഈ ഒരു 6.5 ഏകദേശം 6 ചാപ്റ്റർ പിന്നെ 1ന്റെ പകുതിയും, അത്രയും ചാപ്റ്റേഴ്സ് അറിഞ്ഞുകൊണ്ടുള്ള റിവിഷൻ വേണം. എങ്ങനെ അത് പോസിബിൾ ആയിരിക്കും? അത് നമുക്കുണ്ട്. ആ റിവിഷൻ ക്ലാസ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സാറ്റർഡേ നൈറ്റ് നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വരുന്നുണ്ട്. സാറ്റർഡേ മീൻസ് ശനിയാഴ്ച. ഓക്കെ, ശനിയാഴ്ച ഞാനും മത്സ്യ സാറ് വരുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഇതുവരെ എടുത്ത നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും SS1 SS2 കമ്പൈൻ ചെയ്ത റിവിഷനാണ്. അതിനുശേഷം PYQ ഡിസ്കഷനുമായിട്ട് എപ്പോൾ വരുന്നുണ്ട്? സൺഡേ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങളിവിടെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ നിങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നെക്കാളും ആവശ്യം നിങ്ങൾക്കാണ് ഈ മാർക്ക് കിട്ടല്. ഓക്കെ, ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, നിങ്ങൾ ഈ ഒരു 2 ലൈവ് കണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോയിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ഞാൻ ഈ പണി നിർത്താം.
അത്രയും ഞാൻ ഗ്യാരണ്ടി തരാണ്. നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഈ കളം വിടത്തുള്ളൂ. ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഫസൽ സാറിൻ്റെ ഉറപ്പാണ്, അജ്സൽ സാറിൻ്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ചുമ്മാ വെറും വാക്ക് പറയുക, സെറ്റാക്കിയിരിക്കും. ഓക്കെ, മൊത്തം പഠിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് പഠിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ പോരേണ്ടി, എല്ലാം വളരെ ചുരുക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. സോ ഒരു ലൈവ് പോലും ഏകണ്ടത് മിസ് ചെയ്യാൻ പാടില്ല. സോ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഫുൾ അല്ലെങ്കിൽ A+ അല്ലെങ്കിൽ നമ്മുടെ ഫുൾ മാർക്ക്, ഓക്കെ, അത് ഏഗൺ SSLC ചാനലാണ്. അതിലോട്ട് നേരെ പോരും. ഓക്കെ, ബാക്കി കഥകളൊക്കെ നമുക്ക് അവിടെ പറയാം. ശനിയും ഞായറും മൺഡേ മോർണിംഗ് നടക്കുന്ന ഒരു ലൈവ് പോലും മിസ് ചെയ്യാൻ പാടില്ല. താങ്ക് യു ഓൾ. നമുക്ക് വീണ്ടും കാണണം. മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കണം. ഇനിയും കാണാം. ബൈ, സീ യു.